എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായ സീരിയലിലെ അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഭൂമിജ തന്റെ ബേഗുമെടുത്ത് സൗഭാഗ്യപുരത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ തന്റെ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുവാണ് ഭൂമിജ. എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്ന് ഭവാനി ചോദിക്കുവാണ്. അതേസമയം സത്യദാസ് വന്നിട്ട് ചോദിക്കുവാണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അമ്മ ജയിലിലുമായി, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് എത്തിയതാണല്ലേ, കുറച്ചു ദിവസം വേണമെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാം, ആർക്കും ഇവിടെ പ്രശ്നമുണ്ടാകത്തില്ല എന്ന് സത്യദാസ് പറയുകയാണ് ഭൂമിജയോട്. അതേസമയം ഭൂമിജ പറയുവാണ്, കുറച്ചു ദിവസം ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നതല്ല, ഇനി എന്നേക്കുമായി ഞാൻ ഈ വീട്ടിൽ തന്നെയാ കഴിയാൻ പോകുന്നത് എന്ന് ഭൂമിജ പറയുമ്പോൾ, ഇതിനു മാത്രം എന്ത് അധികാരമാടി നിനക്ക് ഈ വീട്ടിലുള്ളതെന്ന് ഭവാനി ചോദിക്കുവാണ്. ഞാൻ ഈ വീട്ടിലെ മകളാണെന്ന അവകാശത്തോടു കൂടിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഭൂമിജ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് വീട്ടിലെ എല്ലാവരും ഒന്നടങ്കം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. എന്ത്, നീ ഈ വീട്ടിലെ മകൾ, എന്ത് പറ്റി ഭൂമി എന്ന് സത്യദാസ് വീണ്ടും ചോദിക്കുവാണ്. അതേസമയം ഭവാനി പറയുമാണ്, ഇവളുടെ അമ്മ ചത്തതോടെ ഇവളുടെ തലയ്ക്ക് സുഖമില്ലാതെയായി, ഇവളുടെ അച്ഛൻ മരിച്ചിട്ട് മാസങ്ങൾ പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഇവൾ ഈ പെട്ടിയും കിടക്കയും എടുത്തി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. ഇത് ഇവളുടെ വീടെന്നാ ഇവള് പറയുന്നേ, നിന്റെ അമ്മ ജയിലിലല്ലേടി, നീ പോയി അവിടെ ചെന്ന് കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന അവളോട് തട്ടിക്കയർക്കുന്നുണ്ട്. ഈ സമയം ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ഭൂമിജ പറയുവാണ്, ഞാൻ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോവുകയില്ല, മരിച്ചത് എന്റെ അച്ഛനുമല്ല, ജയിൽ കിടക്കുന്നത് എന്റെ അമ്മയുമല്ല, ഞാൻ അവരുടെ മകളുമല്ല എന്ന് ഭൂമിജ പറയുന്നത് കേട്ട് ഭവാനി ഒന്നും കൂടി ഞെട്ടുവാണ്. പിന്നെ ആരുടെ മകളാ മോളെ എന്ന് ചെറിയൊരു സ്വരത്തിൽ നമ്മുടെ സത്യദാസ് ചോദിക്കുവാണ്. സൗഭാഗ്യപുരത്തെ ശാരദയുടെ മകളാണ്. അതേസമയം ഭാഗ്യമ്മ പറയുവാണ്, മോളെ ഈ കാര്യത്തിൽ തമാശ വേണ്ട പറഞ്ഞ കേടി. സമയം സത്യദാസ് ചോദിക്കുവാണ്, എന്താ മോളെ പറയുന്ന മകളെന്നോ? എന്റെ മരിച്ചുപോയ അച്ഛൻ എനിക്കിട്ട പേരാണ് ഭൂമിജ, എന്റെ യഥാർത്ഥ പേര് അഭിരാമി എന്ന. സമയം സത്യദാസ് ചോദിക്കുവാണ്, എന്താ നീ എന്റെ മകൾ അഭിരാമിയാ എന്ന് സത്യദാസ് ചോദിച്ചു. ദേ അച്ഛാ, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ അഭിരാമി മോൾ ഞാനാ, ഞാൻ ഇപ്പോഴാ അച്ഛാ ആ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. ഭവാനി അതേസമയം പറയുവാണ്, നീ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞെന്ന് കരുതി ഞങ്ങളെല്ലാവരും വിശ്വസിക്കുമെന്നാണോ വിചാരിച്ചത്? ഉള്ളവർ മണ്ടന്മാരും മണ്ടിമാരുമാണെന്നാണോ എന്റെ മനസ്സിൽ നീ കരുതി വെച്ചിരിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാ ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കേണ്ടത്? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അഞ്ജന ചോദിക്കുവാണ്. അതേസമയം ഭവാനി പറയുവാണ്, അഞ്ജന മിണ്ടാതിരിക്കെ, ഇവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അതേസമയം സൗഭാഗ്യമ്മ പറയുവാണ്, മോളെ നീയാണ് എന്റെ ചെറുമകളെങ്കിൽ നീ എന്തുകൊണ്ടാ അതാദ്യം തന്നെ പറയാത്തത്? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നീ എങ്ങനെയാണ് നീ അഭിരാമിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത് എന്ന് സൗഭാഗ്യ മുത്തശ്ശി ചോദിച്ചു. അത് കേട്ട ഭവാനി സൗഭാഗ്യമ്മയുടെ പറയുവാണ്, അമ്മേ അവള് പറയുന്നതെല്ലാം വിഡ്ഢിത്തരമാണ്, അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അമ്മ എന്തിനാ അതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? അവൾ ഈ വീട്ടിലേക്ക് കയറിപ്പറ്റാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്, അത്രയും പെട്ടെന്ന് തന്നെ അമ്മ അവളെ പിടിച്ച് പുറത്താക്ക്, എന്നിട്ട് ആ വാതിലടക്കി എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനി ദേഷ്യപ്പെടുകയാണ്. ഭവാനി ഭാഗ്യമ്മ വീണ്ടും പറയുകയാണ്, മോളെ നീയാണ് അഭിരാമിയെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് മുത്തശ്ശി വീണ്ടും ചോദിച്ചു. എന്റെ അച്ഛൻ എഴുതി വച്ച ആ ഡയറിയിൽ എല്ലാ സത്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ എന്റെ മകളല്ല ഭൂമിജയെന്നും എന്റെ അച്ഛൻ സത്യദാസ് ആണെന്നും സൗഭാഗ്യപുരത്തുള്ള കുട്ടിയാണ് അഭിരാമിയാണ് എന്നുള്ള സത്യവും ആ അച്ഛൻ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു. എന്റെ അച്ഛൻ ഈ ലെറ്റർ എഴുതി വെച്ചതൊക്കെ ശരി, എന്റെ അച്ഛൻ ഈ ഇങ്ങനെ ഭൂമിജ അച്ഛൻ എഴുതി വെച്ച ആ ഡയറി എല്ലാവരെയും കാണിച്ചു കൊടുക്കുവാണ്. എന്റെ അച്ഛനാണ് ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നും നീയാണ് അഭിരാമി എന്നും ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് സത്യദാസ് ചോദിക്കുമ്പോൾ ഭൂമി ഉടൻ കയ്യിലുണ്ടായിരുന്ന ആ ചെയിൻ എടുത്ത് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ചെയിൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ എന്റെ കഴുത്തിലേക്ക് ഇട്ടതാ, കണ്ടിട്ടും അച്ഛന് മനസ്സിലായില്ല. ഈ വിവരവും അച്ഛൻ ഡയറിയിൽ കുറിച്ചിരുന്നു. അതേസമയം സൗഭാഗ്യ മുത്തശ്ശി അത് കണ്ടതും അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ്. സത്യ, ഇവൾ എന്റെ കൊച്ചുമകൾ അഭിരാമി തന്നെയാണ്. ചെയിൻ ഞാൻ ശാരദയ്ക്ക് കൊടുത്തതാണ്, അവൾ അത് കുഞ്ഞിനെ അണിയിച്ചു, അതിനുശേഷമാണ് അവളെ കാണാതായത്. എനിക്ക് ഒരു സംശയവുമില്ല അവളാണ് എന്റെ അഭിരാമി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ ചെയിൻ കാണിച്ചത് കൊണ്ട് അവൾ
അഭിരാമി എന്ന് മാത്രം അമ്മ പറയരുത്. യഥാർത്ഥ അഭിരാമിയുടെ കയ്യിൽ നിന്നും ഈ ചെയിൻ മിസ് ആയതാണെങ്കിലോ അമ്മേ, എന്നിട്ടത് ഭൂമിക്ക് കിട്ടിയതാകും എന്ന് അജയുടെ അച്ഛൻ മാധവൻ ചോദിക്കുവാണ്. ചിലപ്പോ ചെയിൻ ആർക്കു വേണമെങ്കിലും കിട്ടാമല്ലോ, ഞാൻ തെളിയിച്ചു തരാം. ഒരു മറുക് ആ കുട്ടിയുടെ പുറകിൽ ഉണ്ടായിരുന്നില്ലേ? മുത്തശ്ശിതേ നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിജന്റെ പുറകിലെ ആ മുടിയെല്ലാം മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു. ആ മറുക് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ ഭൂമിജ തന്റെ കഴുത്തിലുള്ള ആ മറുക് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ ആ മറുക് കണ്ട മുത്തശ്ശി തന്റെ ചെറുമകളാണ് ഈ അഭിരാമിയാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ സ്ഥലത്തു തന്നെയാ നമ്മുടെ മകൾ അഭിരാമിക്കും മറുകുള്ളതെന്ന് സത്യദാസ് പറയുവാണ്. ഇതിന്റെ മകൾ അഭിരാമി തന്നെയാ, എനിക്കത് 100% ഉറപ്പായി കഴിഞ്ഞു. അതേസമയം മുത്തശ്ശിയും പറയുവാണ് ഇതിന്റെ അഭിരാമി തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിജയെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരയുവാണ്. കേട്ട സത്യദാസ് ഭൂമിയുടെ അടുത്തേക്ക് വന്നു. മോളെ അഭിരാമി, എന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞിട്ടേ ഇല്ലല്ലോ മോളെ, ഈ അച്ഛനോട് മോള് പൊറുക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ചു കരയുവാണ് സത്യദാസ്. ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ മറ്റുള്ള ചിലർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അത് ഈ ഭവാനി ചെറിയമ്മയും അവരുടെ ഈ മകൾ അഞ്ജനയുമാണ്. അവര് ഈ വീട് വിട്ടു പോയാലേ ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തുള്ളൂ എന്ന് ഭൂമി പറഞ്ഞത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടുവാണ്. അളേ, നീ ഈ വീട്ടിൽ വരണമെങ്കിൽ അവർ എന്തിനാണ് ഈ വീട് വിട്ടു പോകുന്നത്? അത് നീ എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത്? സത്യദാസ് ചോദിച്ചു. ഇത്രയും വർഷം എന്റെ അച്ഛൻ എന്നെ തിരിച്ചറിയാതെ പോയതും എന്റെ വീട്ടുകാർ കാണാതെ പോയതിനും 26 വർഷങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛൻ അച്യുതന്റെ കയ്യിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ നിൽക്കുന്ന ഭവാനി ചെറിയമ്മയാ. പക്ഷേ എന്റെ അച്യുതനച്ഛൻ എന്നെ കൊന്നില്ല. സ്വന്തം മകളെ പോലെ എന്നെ നോക്കി വളർത്തി വലുതാക്കി. എന്നാൽ ഇപ്പോ എന്റെ അച്ഛനെ ഭവാനി ചെറിയമ്മ ഗുണ്ടകളെ അയച്ച് എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. എന്നെയും കൊല്ലാനാ പ്ലാൻ. ഇവർക്കറിയാം ഞാനാണ് യഥാർത്ഥ അഭിരാമി എന്ന സത്യം. പക്ഷേ എന്റെ അച്യുതനച്ഛൻ എന്നെ വളർത്താനാ കഷ്ടപ്പെട്ടത്. പകരം എന്റെ അച്ഛനെ ഇവർ ഇല്ലാതാക്കി. എന്തോ ഭാഗ്യമായിട്ട് എനിക്ക് ഈ ഡയറി കയ്യിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിജ പൊട്ടിക്കരയുവാണ്. അതേസമയം സൗഭാഗ്യമ്മ ചോദിക്കുവാണ്, എന്താ നിന്റെ അച്യുതനച്ഛനെ കൊന്നത് ഈ നിൽക്കുന്ന ഭവാനിയാണെന്നോ? അതേസമയം ഭവാനി പൊട്ടിത്തെറിച്ച് പറയുവാ, ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും? അച്യുതനെ കൊന്നത് അവന്റെ ഭാര്യയാണ്, അതുകൊണ്ടാ അവർ ജയിലിൽ കിടക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കുന്നതാ ഇവൾ. അയാൾ ആ ഡയറിയിൽ എഴുതി വെച്ചതൊന്നും സത്യമല്ല, ഇതൊക്കെ കള്ളമാണ് എന്ന് ഭവാനി പ്രസ്താവിക്കുകയാണ്. ഭവാനി പറഞ്ഞതെല്ലാം സത്യമാണോടി എന്ന് സൗഭാഗ്യമ്മ ഉച്ചത്തോടെ ചോദിക്കുകയാണ്. എന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹമാടി ചെയ്തത്? എല്ലാത്തിനും നീയാണ് കാരണം മുത്തശ്ശി ചോദിക്കുവാണ്. അമ്മേ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭവാനി മുറിയിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. എന്നാൽ സത്യദാസ് ഭവാനിയെ തടയുന്നുണ്ട്. നിക്കടി അവിടെ, ഈ വിഷയം ഇപ്പോ തന്നെ ഇവിടെ വെച്ച് സംസാരിക്കണം, എന്നിട്ട് നീ പോയാൽ മതി. എന്തിനാടി എന്റെ മകളെ എന്നിൽ നിന്ന് നീ അകറ്റിയത്? എന്റെ കുടുംബം ഇല്ലാതാക്കി എന്റെ മകളെ എന്നിൽ നിന്നും അടർത്തി മാറ്റിയത് നീയാണെങ്കിൽ ഇനി നീ ഈ വീട്ടിൽ വേണ്ട ഭവാനി എന്ന് പറഞ്ഞിട്ട് സത്യദാസ് ഭവാനിയെ പിടിച്ചു പുറത്താക്കുവാണ്. അതേസമയം ഭവാനി പറയുവാണ്, ഇല്ല, ഞാൻ എങ്ങോട്ടും പോകത്തില്ല. സത്യ ഭവാനി പറയുവാണ്, സത്യനെ പിടിച്ചൊന്നും മാറ്റ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലറി വിളിക്കുന്നെന്ന് ഭവാനി. എല്ലാം കണ്ട് ഞെട്ടലോടെ അഞ്ജന നിൽക്കുവാണ്. അതിനുശേഷം ഭവാനി കരയുവാണ്. അവളെ പുറത്താക്കി വാതിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യദാസ്. അതേസമയം ഭവാനിയുടെ ആ കരച്ചിലും നിലവിളിയും കേട്ടിട്ട് അഞ്ജന വന്ന് വാതിൽ തുറന്നിട്ട് പറയുവാണ്, എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൾ പറയുന്നതെല്ലാം കള്ളമാണ്. ഒരു ഡയറി കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്റെ അമ്മയെ കള്ളിയാക്കുന്നതായി ഇവൾ. ഈ ഡയറിയിൽ ഒരു സത്യവുമില്ല എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അഞ്ജന. അവൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണ്. ഭവാനി അമ്മയുടെ കാൽ പിടിക്കുവാണ്. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മിച്ച കാണിച്ച ഈ ഡയറി പച്ച കള്ളമാണ്. ഞാൻ അച്യുതനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. ഇവൾക്ക് ഈ വീട്ടിൽ കയറിപ്പറ്റി ഇവിടെയുള്ള എല്ലാ സ്വത്തുക്കളും ഇവൾക്ക് അടിച്ചു മാറ്റി. അതിനു വേണ്ടിയാ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി ഒരു ഡയറിയുമായി അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ തന്ത ചത്തു, തള്ള ഇപ്പോ ജയിലിലായില്ലേ, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി പറ്റാനുള്ള ഒരു അടവാണ് ഭവാനി ഉറക്കെ പറഞ്ഞു. ഇവൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത്. അതേസമയം ഭവാനി കൈകൂപ്പി കരയുവാണ്. അതേസമയം സൗഭാഗ്യ അമ്മ ഭവാനി പറഞ്ഞതിന് ശേഷം ഭവാനി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം, ആണം കെട്ടവളെ, എന്റെ മോന്റെ ജീവിതം തകർത്തതും പോരാ, എന്നിട്ട് ഭൂമിയെ പറ്റി ഇല്ലാത്ത കാര്യം പറയുന്നോ? നീ ആരാണോന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായടി.
എല്ലാവരുടെയും മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞ നീ ഇത്രയും കാലം ഇവിടെ താമസിച്ചത്. ഈ സൗഭാഗ്യപുരം തറവാട്ടിൽ നിന്റെ ആവശ്യം ഇനിയില്ല. കൂടെ നിന്റെ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമുണ്ടാകത്തില്ല. നിന്റെ ഈ മകളെ ഇവിടെ കൊണ്ടുപോയിക്കൊള്ളണം. നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ വേണ്ട. എന്റെ മകനോടും കൊച്ചുമോളോടും നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ ക്രൂരതകളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അവരോട് ചെയ്ത ഈ തെറ്റുകൾക്കുള്ള ശാപം നിന്റെ മേൽ ഉണ്ടായിരിക്കും. ഇനി അഞ്ജനയും അജയുമുള്ള വിവാഹം നടക്കത്തില്ല. പകരം അജയ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ നിൽക്കുന്ന ഭൂമിജ, അതായത് എന്റെ കൊച്ചുമകൾ അഭിരാമിയെയാണ്. മുഹൂർത്തത്തിൽ അഭിരാമിയും അജയുമായുള്ള വിവാഹം ഞാൻ നടത്തും. ഇതാണ് ഇനി ഇവിടെ ഈ സൗഭാഗ്യപുരം തറവാട്ടിൽ നടക്കാൻ പോകുന്ന വിവാഹം. ഇറങ്ങിക്കോളണം നീയൊക്കെ രണ്ടുപേരും ഈ സൗഭാഗ്യപുരം തറവാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഭവാനിയെയും അഞ്ജനയും സൗഭാഗ്യപുരം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം അജയുടെ അടുത്തേക്ക് വന്ന സൗഭാഗ്യമ്മ പറയുവാണ്, മോനെ എനിക്കൊരു തെറ്റുപറ്റി. ഇത്രയും ക്രൂരതകൾ കാണിച്ചു കൂട്ടിയ അവളുടെ മകളെയാണല്ലോ നിന്റെ തലയിൽ ഞാൻ കെട്ടിവെക്കാൻ ശ്രമിച്ചത്. എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് സൗഭാഗ്യമ്മ പറയുകയാണ്. നീ പേടിക്കണ്ട മോനെ, നീ രക്ഷപ്പെട്ടല്ലോ. നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ദൈവം നീ മാറ്റി തന്നിരിക്കുവാണ്. നിനക്ക് ചേരുന്ന പെൺകുട്ടി ഈ നിൽക്കുന്ന നമ്മുടെ ഭൂമിജ, നമ്മുടെ അഭിരാമിയാണ്. ഈ വിവാഹത്തിൽ സമ്മതമാണെന്ന് ഈ മുത്തശ്ശിക്ക് അറിയാം. എന്റെ മഹാലക്ഷ്മിക്ക് അഭിരാമിയ, അല്ലാതെ അഞ്ജനയല്ല. സത്യദാസിന്റെ മകൾ അഭിരാമി തന്നെയാണ് ഈ നിൽക്കുന്ന ഭൂമിജ. അങ്ങനെ അഭിരാമിയുടെ കൈ പിടിച്ച് നമ്മുടെ അജയുടെ കയ്യിലേക്ക് വെക്കുന്നു. എന്നിട്ട് സൗഭാഗ്യമ്മ പറയും, അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതേസമയം അജയ്ക്ക് ഇതുവരെയും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല തന്റെ വല്യമ്മാവന്റെ മകളാണ് അഭിരാമി നിൽക്കുന്ന ഭൂമിജ. അവൾ ശരിക്കും എന്റെ വല്യമ്മാവന്റെ മകൾ അഭിരാമി തന്നെയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഭൂമിജയെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ് അജയ്. അതേസമയം ഭൂമിജയ്ക്ക് വളരെ സന്തോഷമായി. ഭൂമിജ അജയെ തന്നെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ഭൂമിജ ആ സത്യം തെളിയിച്ചിരിക്കുവാണ്. അങ്ങനെ അവരുടെ സൗഭാഗ്യപുരത്തെ അഭിരാമിയാണെന്ന് എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അഭിരാമിയും അജയുമായിട്ടുള്ള വിവാഹവും മുത്തശ്ശൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷഭരിതമായ ആ സൗഭാഗ്യപുര അവാർഡ് കഴിഞ്ഞിരിക്കുവാണ്. അജയും അഞ്ജനയും അങ്ങനെ ഒന്നിക്കാൻ പോവുകയാണ്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭവാനിയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അജയ്. അങ്ങനെ നമ്മുടെ ഭൂമിജയും അജയും ചേർന്ന് അംബികയെ ജയിലിൽ നിന്ന് ഇറക്കുവാണ്. അങ്ങനെ കമാലും ഭവാനിയും ജയിലിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. സത്യങ്ങളെല്ലാം തെളിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അംബിക. എന്റെ വളർത്തു മഹാലക്ഷ്മിയാണെന്ന് യോട് അംബിക പറയുവാണ്. നിങ്ങളുടെ സൗഭാഗ്യപുരം തറവാട്ടിന്റെ കുട്ടിയാണ് അഭിരാമി. എന്റെ അച്ചുവേട്ടൻ എന്റെ അടുത്തേക്ക് തന്നതാണ് ഇവളെ. എന്റെ സ്വന്തം മകളെ പോലെ ഞാൻ ഇവളെ നോക്കി. നീയായിരിക്കണം മോനെ ഇവൾക്കൊരു താങ്ങും തണലും. അങ്ങനെ നമ്മുടെ അഭിരാമി, നമ്മുടെ ഭൂമിജയ്ക്ക് ഒരുപാട് സന്തോഷമായി അവളുടെ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കിയതിന്. അങ്ങനെ അംബികയും സൗഭാഗ്യപുരം തറവാട്ടിലേക്കു നമ്മുടെ ഭൂമിജ കൊണ്ടുവന്നിരിക്കുവാണ്. ഇങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു സന്തോഷഭരിതമായ നിമിഷങ്ങളാണ് ഇനി അവിടെ നടന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ 1 ട്വിസ്റ്റോട് കൂടിയുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.